ഹായ് ഓൾ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി 1 എന്ന് പറയുന്ന ഒരു പേപ്പറിലെ ബ്ലോക്ക് 1-ലെ ഫസ്റ്റ് യൂണിറ്റ് ആണ്. ഓക്കെ, ബ്ലോക്ക് 1-ന്റെ പേരൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഈ ഒരു ബ്ലോക്കിൽ ടോട്ടലായിട്ട് 2 യൂണിറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ബ്ലോക്കിന്റെ പേര് വരുന്നത് നാച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യോളജി എന്നുള്ളതാണ്. അപ്പോൾ ഒരു സോഷ്യോളജീനെ അല്ലെങ്കിൽ ആ ഒരു സോഷ്യോളജി ആസ് എ ഡിസിപ്ലിൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരിക എന്നുള്ളതാണ് ഈ ഒരു പേപ്പറിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിൽ ഫസ്റ്റ് ചാപ്റ്റർ നോക്കാം. ഓക്കെ, യൂണിറ്റ് 1 തിങ്കിങ് സോഷ്യോളജിക്കലി. തിങ്കിങ് സോഷ്യോളജിക്കലി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താണ് വരുന്നത്? എങ്ങനെയാണ് നമ്മൾ സോഷ്യോളജിക്കലി തിങ്ക് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. മെയിനായിട്ടും നമുക്ക് സോഷ്യോളജിയിൽ കുറച്ച് പെർസ്പെക്റ്റീവുകൾ ഉണ്ട്. പെർസ്പെക്റ്റീവുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഔട്ട്ലുക്സ് എന്നൊക്കെ പറയില്ലേ, അതായത് നമ്മൾ ഒരു കാര്യത്തെ നോക്കിക്കാണുന്ന ഒരു രീതി. അങ്ങനെ സോഷ്യോളജി പഠിച്ച ഒരാൾ അല്ലെങ്കിൽ ഒരു സോഷ്യോളജിസ്റ്റ് കാര്യങ്ങളെ നോക്കിക്കാണുന്നത് ഒരു നോർമൽ അല്ലെങ്കിൽ ഒരു ഓർഡിനറി മാനേക്കാൾ എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും. അത് എങ്ങനെയാണ് അത് വരുന്നത്, എങ്ങനെയാണ് കാര്യങ്ങളെ നോക്കിക്കാണുന്നത് എന്നുള്ളതും, എങ്ങനെയാണ് നമ്മൾ സൊസൈറ്റിയിൽ നമ്മുടെ എവറിഡേ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ആസ് എ സോഷ്യോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു സോഷ്യോളജി അറിയുന്ന ആൾ തിങ്ക് ചെയ്യുന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ ഒരു യൂണിറ്റിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഇൻട്രൊഡക്ഷൻ നോക്കാനുണ്ട്, പിന്നെ കുറച്ച് ചെറുതായിട്ട് എന്താണ് സോഷ്യോളജിക്കൽ മെത്തേഡ്സ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ സോഷ്യോളജി ഇൻ എവറിഡേ ലൈഫ്, സോഷ്യോളജി ആൻഡ് അതർ ഡിസിപ്ലിൻസ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റ് സോഷ്യൽ സയൻസുകളുമായിട്ട് സോഷ്യോളജി ആസ് എ സോഷ്യൽ സയൻസ് വളരെയധികം കണക്ട് ചെയ്തിട്ടാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ ഒരുപാട് റിലേഷൻഷിപ്പുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൈക്കോളജി, ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ് തുടങ്ങിയിട്ടുള്ള എന്താണ് കുറച്ച് ഡിസിപ്ലിൻസുമായിട്ട് എങ്ങനെയാണ് സോഷ്യോളജി കണക്റ്റ് ആയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. പിന്നെ മിൽസ് എന്ന് പറയുന്ന CW മിൽസ് എന്ന് പറയുന്ന ഒരു തിങ്കർ ഉണ്ട്, ഫിലോസഫർ ഉണ്ട്. അദ്ദേഹത്തിന്റെ കുറച്ച് കൺസെപ്റ്റുകൾ നമ്മൾ ഇതിൽ നോക്കുന്നുണ്ട്. ടൈപ്സ് ഓഫ് പ്രാക്ടിക്കാലിറ്റി ആൻഡ് ദ ബ്യൂറോക്രാറ്റിക് എത്തോസ്, മിൽസ്, യൂസസ് ഓഫ് ഹിസ്റ്ററി തുടങ്ങിയിട്ടുള്ള കുറച്ച് കൺസെപ്റ്റുകൾ നോക്കുന്നുണ്ട്. ഇൻ വാട്ട് വേ സോഷ്യോളജി ലുക്സ് അറ്റ് റിയാലിറ്റി, അതായത് മിൽസിന്റെ അഭിപ്രായത്തിൽ സോഷ്യോളജി എങ്ങനെയാണ് റിയാലിറ്റീനെ നോക്കി കാണുന്നത്. അതേപോലെ തന്നെ മിൽസിന്റെ തന്നെ ഹ്യൂമൻ വെറൈറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ്. പിന്നെ ഒബ്സർവ്, ഇന്റർപ്രറ്റ് ആൻഡ് വാലിഡേറ്റ് സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ്സിനെ നമ്മൾ എങ്ങനെയാണ് ഇന്റർപ്രറ്റ് ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു പെർസ്പെക്റ്റീവ്സ് വരുന്നത് എന്നൊക്കെ ഉള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ വേറൊരു ഫിലോസഫറാണ് ബോമാൻ. അദ്ദേഹത്തിന്റെ സോഷ്യോളജിക്കൽ ഐ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യും. പിന്നെ മിൽസിന്റെ തന്നെ ഫിലോസഫീസ് ഓഫ് സയൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റും നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും കേട്ടോ. പവറിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞു അല്ലെ നേരത്തെ. ഓക്കെ, അപ്പൊ അതന്നെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ബോമാൻ എംഫസൈസ് ദ റോൾ പ്ലേഡ് ബൈ പവർ. എന്തിലാണ്? ഇൻ ഷേപ്പിംഗ് ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹൗ പീപ്പിൾ ഷേപ്പ് ദെയർ കൊഗ്നിഷൻ. ഓക്കെ, കൊഗ്നിഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് തോട്ടാണ്. ഓരോ ആളുകളും, ഓരോ പെർട്ടിക്കുലർ സൊസൈറ്റിയിലുള്ള ഓരോ ആളുകളും അവരുടെ ആ ഒരു സോഷ്യൽ തോട്ടിനെ ഷേപ്പ് ചെയ്യുന്നതും, അതേപോലെ തന്നെ ആ ഒരു സൊസൈറ്റീനെ, ചുരുക്കി പറഞ്ഞാൽ ആ ഒരു സൊസൈറ്റീനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതും അല്ലെങ്കിൽ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഷേപ്പ് ചെയ്യുന്നതിലൊക്കെ പവറിന് വളരെയധികം റോൾ ഉണ്ട് എന്നുള്ളതാണ് ബോമാൻ പറയുന്നത്. അത് തന്നെയാണ് ഈ ഒരു പവർ തന്നെയാണ് ഒരു സോഷ്യൽ റിലേഷൻഷിപ്പുകളും സോഷ്യൽ പൊസിഷനും ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ബോമാൻ പറയുന്നത്. ഇനി മിൽസ് എന്താ പറയുന്നത് നോക്കാം. അദ്ദേഹം പറയുന്നത് ഈ ഒരു കൊഗ്നിഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ഒരു തിങ്കിങ് പ്രോസസ്സ് ഷേപ്പ് ചെയ്യുന്നത് ആ ഒരു സൊസൈറ്റിയുടെ ലോങ് ഹിസ്റ്റോറിക്കൽ പ്രോസസ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒരു സൊസൈറ്റിയുടെ സോഷ്യലി കൺസ്ട്രക്റ്റഡ് ഇമാജിനേഷനും അതേപോലെ തന്നെ ആ ഒരു സൊസൈറ്റിയിലുള്ള വാല്യൂസും ഒക്കെ ഷേപ്പ് ചെയ്യുന്നത് ആ ഒരു സൊസൈറ്റിയുടെ ഹിസ്റ്ററി ആണ് എന്നുള്ളതാണ് മിൽസ് പറയുന്നത്.
ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ബോമാൻ പറയുന്നത് കുറച്ചുകൂടി ഒരു സയന്റിഫിക്കലി ആയിട്ടാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഒരു എംപിരിക്കൽ റിയാലിറ്റീനെയാണ് പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഈ ഒരു കാര്യത്തെ അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ മിൽസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കൺസെപ്റ്റുകൾ കുറച്ചുകൂടി ഒരു അബ്സ്ട്രാക്റ്റ് ആണെന്ന് പറയാൻ പറ്റും. അബ്സ്ട്രാക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, കോൺക്രീറ്റ് അല്ല. അതായത് അദ്ദേഹത്തിന്റെ ആ ഒരു തോട്ടിൽ അല്ലെങ്കിൽ ഐഡിയയിൽ ഉറച്ചു നിൽക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു തോട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു തോട്ടിനൊരു ഫിസിക്കൽ ആയിട്ടുള്ള എക്സിസ്റ്റൻസ് ഇല്ല. അതായത് ഒരു ഫിസിക്കൽ ആയിട്ടുള്ള എക്സിസ്റ്റൻസ്, അതായത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം ആ ഒരു ഐഡിയയിൽ പറഞ്ഞു തരാനും മിൽസിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ചെറിയൊരു കമ്പാരിസൺ നമ്മളിവിടെ നടത്തിയില്ലേ, ബോമാനും മിൽസും എങ്ങനെയാണ് ഒരു സോഷ്യൽ റിലേഷൻഷിപ്പുകൾ അല്ലെങ്കിൽ വാല്യൂസിനൊക്കെ ഷേപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. രണ്ടാളും രണ്ട് രീതിയിലാണ് പറയുന്നത്. ഓക്കെ, ഈ ഒരു അബ്സ്ട്രാക്റ്റഡ് എംപിരിക്കൽ സ്റ്റൈലിന്റെ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് പറയുന്നത് എന്താണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ളത് പലപ്പോഴും ഇഗ്നോർ ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ അതിനൊരിക്കലും കൺസിഡറേഷൻ കൊടുക്കുന്നില്ല. പക്ഷെ ഇത് കൺസിഡറേഷൻ കൊടുക്കുന്നത് എന്തിനാണ്, മെത്തേഡിനാണ്. അതായത് ഡാറ്റ കളക്ട് ചെയ്യുന്ന ആ ഒരു മെത്തേഡ്. ഇത് കണ്ടന്റ് ഓഫ് സ്റ്റഡിക്കോ അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് പഠിക്കുന്നതിൻ്റെ ഒരു റെലവൻസോ ഒന്നും അവിടെ ചർച്ചയാവുന്നില്ല. പകരം ഈ ഒരു മെത്തേഡ്, ഡാറ്റ കളക്ട് ചെയ്യുന്ന മെത്തേഡിനാണ് കൂടുതലും ഫോക്കസ് നൽകുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ അബ്സ്ട്രാക്റ്റഡ് എംപിരിസിസ്റ്റ് ഈസ് മോസ്റ്റ് കൺസേൺഡ് വിത്ത് ദ ഫിലോസഫി ഓഫ് സയൻസ്. അതായത് സയന്റിഫിക് മെത്തേഡ്, അതായത് സയന്റിഫിക് മെത്തേഡിന് കൂടുതൽ എംഫസൈസ് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു അബ്സ്ട്രാക്റ്റഡ് എംപിരിസിസ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ആസ് എ സോഷ്യോളജിസ്റ്റ് നമ്മൾ ഒരിക്കലും ഇങ്ങനെ ആവാൻ പാടില്ല. കാരണം എന്താണ്, നമ്മൾ പഠിക്കുന്നത് സൊസൈറ്റിയിലുള്ള കാര്യങ്ങളാണ്, അതായത് സൊസൈറ്റീനെ അഫക്റ്റ് ചെയ്യുന്ന ഇഷ്യൂസ് ആണ്, അതിനുള്ള സൊല്യൂഷൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യാൻ പാടില്ല, അതായത് മെത്തേഡ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പാടില്ല. ഓക്കെ, നമ്മൾ എന്താണ് സ്റ്റഡി ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണ് ആ ഒരു സ്റ്റഡിയുടെ റെലവൻസ് എന്നുള്ളതൊക്കെയാണ് ആസ് എ സോഷ്യോളജിസ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ ഈ ഒരു അബ്സ്ട്രാക്റ്റഡ് എംപിരിസിസത്തിലേക്ക് വരുമ്പോൾ അവിടെ മെത്തേഡ് എന്ന് പറയുന്നത് ആ ഒരു കാര്യത്തിന്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ടാണ് വരുന്നത് അല്ലേ. കാരണം അത് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു മെത്തേഡിനെയാണ്, അല്ലാതെ എന്തിനാണ് പഠിക്കുന്നത്, എന്താണ് പഠിക്കുന്നത് എന്നുള്ളതൊന്നും അവരെ സംബന്ധിച്ച് ഒരു എന്താണ് റെലവൻസ് ഇല്ലാത്ത സംഗതിയാണെന്നുള്ളതാണ് മിൽസ് പറയുന്നത്. ഓക്കെ, ക്ലിയർ? ഓക്കെ, സോഷ്യോളജിയുടെ ഒരു മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇതാണ്. അതായത് എന്തുകൊണ്ടാണ് കാര്യങ്ങൾ, സൊസൈറ്റിയിലുള്ള പല കാര്യങ്ങളും സംഭവിക്കുന്നത് എന്നൊക്കെയാണ് സോഷ്യോളജി യഥാർത്ഥത്തിൽ പഠിക്കുന്നത്. പക്ഷെ ഇവിടെ എംപിരിസിസം കൊണ്ടുവരുമ്പോൾ എന്താണ്, അതായത് വാട്ട് ഈസ് ഹാപ്പനിങ്, ഹൗ ഇറ്റ് ഈസ് ഹാപ്പനിങ് എന്നുള്ളതാണ് അതിൻ്റെ ഫോക്കസ് ആയിട്ട് വരിക. ഓക്കെ, അതായത് വൈ എന്നുള്ള ഒരു കാര്യം അവിടെ വരുന്നില്ല ഈ എംപിരിസിസം സോഷ്യോളജിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് പലപ്പോഴും പല പ്രോബ്ലംസും ഒരു എന്താണ് ഒരു സ്പെസിഫിക് ആയിട്ട് ഓരോ പ്രോബ്ലംസിനെയും മനസ്സിലാക്കാൻ ലിമിറ്റേഷൻസ് ഉണ്ടാവും അല്ലേ. ഈ ഒരു എംപിരിസിസത്തിന്റെ അല്ലെങ്കിൽ നാച്ചുറൽ സയൻസിലുള്ള ഒരു സയന്റിഫിക് മെത്തേഡിന്റെ ഒക്കെ പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ സോഷ്യോളജിയിലേക്ക് സയന്റിഫിക് മെത്തേഡ് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും അതും കാര്യങ്ങളെ ജനറലൈസ് ചെയ്യാൻ തുടങ്ങും അല്ലേ. ഏതെങ്കിലും ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൊസൈറ്റീനെ കുറിച്ച് പഠിച്ചിട്ടോ എന്താണ് അതിന്റെ കാര്യങ്ങൾ വെച്ചിട്ട് ലോകത്തുള്ള എല്ലാ സൊസൈറ്റികളും ഇതുപോലെയാണ് അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും ഇതുപോലെയാണെന്ന് ജനറലൈസ് ചെയ്ത് കളയും. അവിടെ ഒരുപാട് പ്രോബ്ലംസ് വരും അല്ലേ. അപ്പോൾ ഓരോരുത്തരുടെയും ആ ഒരു എന്താണ് ഡൈവേഴ്സിറ്റി ഒന്നും അവിടെ അഡ്രസ്സ് ചെയ്യാതെ പോകുന്നുള്ളതാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു സി റൈറ്റ് മിൽസ് പഠിച്ചത് അമേരിക്കൻ സൊസൈറ്റീനെയാണ്. എന്നിട്ട് അദ്ദേഹം ആ ഒരു അമേരിക്കൻ സൊസൈറ്റീനെ മറ്റു സൊസൈറ്റികളെ പോലെ തന്നെയാണ് എല്ലാ സൊസൈറ്റികളും, ലോകത്തുള്ള എല്ലാ സൊസൈറ്റികളും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം കണ്ടത്. അപ്പോൾ അവിടെ ഒരു പ്രോബ്ലം വരുന്നുണ്ടല്ലോ, അതാണ് സയന്റിഫിക് മെത്തേഡിന്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ എംപിരിസിസം സോഷ്യോളജിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ട് എന്നുള്ളതാണ് ഈ തിങ്കേഴ്സ് പറയുന്നത്. ഓക്കെ, അനദർ അപ്രോച്ച് ഈസ് ടു സ്റ്റഡി സെർട്ടൻ സോഷ്യൽ സിറ്റുവേഷൻസ്.
അതായത് നമ്മൾ സൊസൈറ്റിയിലുള്ള സോഷ്യൽ സിറ്റുവേഷൻസിനെ കുറിച്ചിട്ട് പഠിക്കാൻ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ സൊസൈറ്റിയിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന സോഷ്യൽ സിറ്റുവേഷൻസിനെ കുറിച്ചിട്ട് പഠിക്കാം. അതേപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സോഷ്യൽ സിറ്റുവേഷൻസിനെ നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കാം. എന്നിട്ട് നമ്മൾ എന്താണ് ലാസ്റ്റ് ഹാപ്പൻ ചെയ്തിട്ടുള്ള സോഷ്യൽ ഇവൻറ്റ്സിനെ കുറിച്ചിട്ട്, അതായത് കണ്ടംപററി സോഷ്യൽ ഇവൻറ്റ്സിനെ എംഫസൈസ് കൊടുത്തിട്ട് പഠിക്കുക. ഇതൊക്കെയാണ് സോഷ്യൽ സിറ്റുവേഷൻസിനെ നമ്മൾ ഇങ്ങനെയാണ് പഠിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ ആ ഒരു പോൾ എഫ് ലാസർഫെൽഡിന്റെ അബ്സ്ട്രാക്റ്റഡ് എംപെരിസിസത്തിനെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു നിലപാട് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഇനി ഡെർക്കിം എന്ന് പറയുന്നത് വേറൊരു ഫിലോസഫറാണ്. അദ്ദേഹത്തിന്റെ ക്ലാസിക് വർക്കാണ് ദ റൂൾസ് ഓഫ് ദ സോഷ്യോളജിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. അതിൽ അദ്ദേഹം പറയുന്നത്, അതായത് നമ്മൾ സൊസൈറ്റിയിലുള്ള എല്ലാ കാര്യങ്ങളും, നമ്മുടെ സൊസൈറ്റിയിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഏതൊരു സാധനം എടുത്താലും അതിനെ നമ്മൾ സോഷ്യൽ ഫാക്ട് അല്ലെങ്കിൽ സോഷ്യൽ ഫാക്ട് എന്നാണ് ഡെർക്കിം വിശേഷിപ്പിച്ചത്. അതായത് സൊസൈറ്റിയിലുള്ള ഏതൊരു തിങ്ങിനെയും അദ്ദേഹം സോഷ്യൽ ഫാക്ട് എന്നാണ് വിളിച്ചിട്ടുള്ളത്. അതായത് ഏതൊരു കാര്യവും സൊസൈറ്റിയിലുള്ള മറ്റു കാര്യങ്ങളുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആണ് അല്ലെങ്കിൽ റിലേറ്റഡ് ആണ്. ഏതെങ്കിലും ഒരു കാര്യത്തെ കുറിച്ചിട്ട്, ഏതെങ്കിലും ഒരു സോഷ്യൽ ഫാക്ടിനെ കുറിച്ചിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റൊരു സോഷ്യൽ ഫാക്ടിന്റെ വെളിച്ചത്തിൽ അല്ലെങ്കിൽ മറ്റൊരു സോഷ്യൽ ഫാക്ടിന്റെ ഒരു കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ അതിനെ കമ്പയർ ചെയ്തിട്ടോ അങ്ങനെയൊക്കെയാണ് കണക്ട് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് എമിലി ഡെർക്കിം പറയുന്നത്. ഓക്കെ, അപ്പൊ സോഷ്യോളജി എന്ന് പറയുന്നത് എംപെരിക്കൽ ആണ് എന്നുള്ളതാണ് ഡെർക്കിമോ പറയുന്നത്. അവരൊക്കെ സോഷ്യോളജിയിൽ സയന്റിഫിക് മെത്തേഡ് കൊണ്ടുവരണം എന്നുള്ള അഭിപ്രായക്കാരാണ് കേട്ടോ. അപ്പോൾ ടൈഡ് ടു സ്പെസിഫിക് സിറ്റുവേഷൻസ് ആൻഡ് ലാർജ്ലി പ്രിക്ലൂഡിങ് ജനറലൈസേഷൻസ്. അപ്പോൾ ഈ ഒരു സോഷ്യോളജിയിൽ നമ്മൾ സയന്റിഫിക് മെത്തേഡ് സോഷ്യോളജിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കാര്യങ്ങളെ ജനറലൈസ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവരൊക്കെ പറയുന്നത്. Abstracted empiricism tries to overcome the issue of too much specificity. നമ്മൾ പറഞ്ഞു സോഷ്യോളജിയുടെ ഒക്കെ പ്രത്യേകത എന്ന് പറയുന്നത് അത് സൊസൈറ്റിനെ കുറിച്ചിട്ടും ഹ്യൂമൻ ബീയിങ്സിനെ കുറിച്ചിട്ടും സൊസൈറ്റികളെ കുറിച്ചിട്ടുമാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഓരോന്നിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ സ്പെസിഫിക് ആയിട്ട് തന്നെ പഠിക്കേണ്ടി വരും പ്രോബ്ലംസ് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അവിടെ ഒരു ഇഷ്യൂ ഓഫ് ടു മച്ച് സ്പെസിഫിസിറ്റി എന്ന് പറഞ്ഞ ഇഷ്യൂ സോഷ്യോളജിയിലും സോഷ്യൽ സയൻസുകളിലും വരുന്നുണ്ട്. ആ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അബ്സ്ട്രാക്റ്റഡ് എംപെരിസിസം എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇഷ്യൂവിനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. മാത്രമല്ല നമുക്ക് സോഷ്യോളജിയിലൊക്കെ കൂടുതലായിട്ടുള്ള സയന്റിഫിക് ക്യാരക്ടർ കൊണ്ടുവരാനും പറ്റും എന്നുള്ളതാണ് എമിലി ഡെർക്കിം പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, ക്ലിയർ? ഓക്കെ, നമ്മൾ പലപ്പോഴും നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സോഷ്യൽ കോണ്ടെക്സ്റ്റിനെ കുറിച്ചിട്ട് മാത്രമാണ് നമ്മൾ ചിന്തിക്കാറുള്ളത്. അതിൻ്റെ പുറത്തുള്ള ഒരു ലൈഫിനെ കുറിച്ചിട്ട് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മിൽസ് പറയുന്നത്, അതായത് അമേരിക്കൻസ് ഒരിക്കലും അവരുടെ ലൈഫോ അല്ലെങ്കിൽ അവരുടെ കൾച്ചറോ അവരുടെ പുറത്തുള്ള സൊസൈറ്റികളെ അല്ലെങ്കിൽ പുറത്തുള്ള രാജ്യങ്ങളെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് ഒരിക്കലും ചിന്തിക്കുന്നില്ല. അതേപോലെ തന്നെ നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് നടന്നു കഴിഞ്ഞാൽ അത് പലപ്പോഴും നമ്മളിപ്പോൾ അടുത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് വാറ് നടന്ന സമയത്ത് എങ്ങനെയാണ് അത് മറ്റു രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ 2 or 4 രാജ്യങ്ങൾ തമ്മിൽ ഒരു വാറ് നടക്കുന്ന സമയത്ത് അതെങ്ങനെയാണ് മറ്റു രാജ്യങ്ങളെ അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് അല്ലേ. അതായത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില, അതേപോലെ തന്നെ സാധനങ്ങളുടെ വിലയൊക്കെ കൂടുക, അതേപോലെ തന്നെ നമ്മുടെ എക്സ്പോർട്ട് ഇമ്പോർട്ടിന് അത് ദോഷകരമായി ബാധിക്കുക. ഇങ്ങനെ ലോകത്തിന്റെ ഇങ്ങനെ രാജ്യങ്ങൾ തമ്മിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെയധികം കണക്റ്റഡ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അത് പൊളിറ്റിക്കലി, എക്കണോമിക്കലി, സോഷ്യലി, കൾച്ചറലി ഒക്കെ ഏതെങ്കിലും ഒരു രാജ്യത്തുള്ള പ്രശ്നങ്ങൾ വരെ ലോകത്തുള്ള മറ്റ് രാജ്യങ്ങളെ മൊത്തം പല രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ മിൽസ് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, ഇനി സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ചിട്ട് മിൽസ് പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കാം. സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ as the ability to connect personal experiences with the historical circumstances and values that are received. അതായത് ഒരു വ്യക്തിയുടെ പേഴ്സണൽ ലൈഫിനെയും അല്ലെങ്കിൽ പേഴ്സണൽ എക്സ്പീരിയൻസസിനെയും
അതേപോലെ തന്നെ പബ്ലിക് ലൈഫിനെയും കണക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പേഴ്സണൽ എക്സ്പീരിയൻസസ് അയാൾ ജീവിക്കുന്ന ഹിസ്റ്റോറിക്കൽ സർക്കംസ്റ്റാൻസസുമായിട്ട് കണക്ട് ചെയ്ത് മനസ്സിലാക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു മനസ്സിലാക്കുന്ന ആ ഒരു എബിലിറ്റിനെയാണ് നമ്മൾ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുക. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ, അതായത് ഈ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ബ്രോഡർ കൺസെപ്റ്റിലൂടെ കാര്യങ്ങളെ നോക്കിക്കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ സോഷ്യൽ സയൻസുകൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഈ ഒരു സൊല്യൂഷനാണ് നമുക്ക് നൽകുന്നത് എന്നുള്ളതാണ് മിൽസ് പറയുന്നത്. ഓക്കെ, സോഷ്യൽ സയൻസുകൾ പലപ്പോഴും കമ്പാരിറ്റീവ് മെത്തേഡിലൂടെയാണ് കാര്യങ്ങളെ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഹിസ്റ്ററിയും ഇൻഡിവിജ്വലും തമ്മിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് ഒരു സോഷ്യൽ അനലിസ്റ്റിന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ സോഷ്യൽ ഇമാജിനേഷൻ enable the individual to understand his or her experiences in that period and calculate their chances in life by looking at other individual in similar circumstances. അതായത് നമ്മുടെ ജീവിതത്തിലേക്ക് മാത്രം, നമ്മൾ പറയില്ലേ പൊട്ടക്കിണറ്റിലെ തവള എന്ന് പറയില്ല, അങ്ങനെ മാത്രം ജീവിക്കാതെ നമ്മുടെ സിമിലർ സർക്കംസ്റ്റാൻസസിലുള്ള നമ്മളല്ലാത്ത മറ്റ് രാജ്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് ലോകങ്ങളിൽ ജീവിക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ മറ്റ് സൊസൈറ്റികളിൽ ഉള്ള ആളുകളുടെ ജീവിതം അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കുക, എന്നിട്ട് അതുമായിട്ടൊക്കെ നമ്മുടെ ലൈഫ് അല്ലെങ്കിൽ കമ്പയർ ചെയ്യുക, നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസസ് ഒക്കെ നമ്മൾ അതുമായിട്ട് കമ്പയർ ചെയ്യുക, കണക്ട് ചെയ്യുക. അങ്ങനെ ആ ഒരു നമ്മുടെ സ്വന്തം എക്സ്പീരിയൻസസിനെ നമുക്ക് ബ്രോഡായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലുള്ള പ്രോബ്ലംസിനെ നമുക്ക് സോൾവ് ചെയ്യാനും പുതിയ ചാൻസസുകൾ കണ്ടെത്താനും ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്താനും ഒക്കെ ഈ ഒരു സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് മിൽസ് പറയുന്നത്. ഓക്കെ, ക്ലിയർ? അതായത് ഒരു ഇൻഡിവിജ്വലിന് അവരുടെ സ്വന്തം സൊസൈറ്റിയുടെ ഹിസ്റ്ററി മനസ്സിലാക്കാനും അതേപോലെ തന്നെ പ്രസന്റ് സർക്കംസ്റ്റാൻസസിനെ മനസ്സിലാക്കാനും അതേപോലെ തന്നെ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാനും ഒക്കെ ഈ ഒരു സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ആ ഒരു വ്യക്തിയെ ഇനേബിൾ ആക്കുന്നു എന്നുള്ളതാണ് മിൽസ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡൗറി എന്ന് പറയുന്ന പോലെയുള്ള നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള പോവർട്ടി, ഡൗറി, അൺഎംപ്ലോയ്മെന്റ് എന്നൊക്കെ പറയുന്നത് പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്യൂസ് ആയിട്ട് മാത്രം കാണാതെ അതിൻ്റെ പിറകിലുള്ള ലാർജർ ഹിസ്റ്റോറിക്കൽ ആൻഡ് സർക്കംസ്റ്റാൻഷ്യൽ കോണ്ടെക്സ്റ്റിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാനും ഒക്കെ ഈ ഒരു സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ജനിച്ചിട്ട് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന ആ ഒരു പ്രായം വരെ ഒരുപാട് ആളുകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ പലപ്പോഴും നമ്മൾ ഓരോ ദിവസവും പല ആളുകളെയും കണ്ടുമുട്ടുന്നുണ്ടായിരിക്കും. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അല്ലാത്ത ആളുകളെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിൽ പല ആളുകളും നമ്മുടെ ഫ്രണ്ട്സ് ആയി മാറിയിട്ടുണ്ടായിരിക്കും. അതായത് നമ്മൾ വീണ്ടും അവരുമായിട്ട് കോണ്ടാക്ട് നിലനിർത്തുന്നുണ്ടായിരിക്കും. എന്നാൽ ചില ആളുകൾ നമ്മൾ കണ്ടു, എന്തെങ്കിലും നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ അത്രയേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള അതായത് നമ്മൾ കണ്ടുമുട്ടുന്ന എല്ലാ ആളുകളെയും നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് എടുക്കുന്നില്ല. കുറച്ച് ആളുകളെ മാത്രം നമ്മൾ സെലക്ട് ചെയ്യുന്നു. അത് ഫ്രണ്ട്സ് ആയിക്കോട്ടെ. ഇപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് ആളുകളെ കാണുന്നുണ്ടായിരിക്കും, പക്ഷെ ചില ആളുകൾ മാത്രമാണ് നമ്മുടെ ലൈഫിന്റെ പാർട്ടാവുന്നത് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുണ്ടാവാം. ഓക്കെ, അതേപോലെ തന്നെ ചില ആളുകളെ നമ്മൾ റെഫറൻസ് ഗ്രൂപ്പായിട്ട് കാണും. റെഫറൻസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ചില ആളുകളെ നമ്മൾ ഐഡിയൽ ആയിട്ട് കണ്ടിട്ട് അവരെ പോലെ ആവണം എന്ന് ആഗ്രഹിക്കും. ഓക്കെ, എന്നിട്ട് അവരുടെ പല ബിഹേവിയറൽ പാറ്റേൺസും നമ്മൾ ഫോളോ ചെയ്യും. അതേപോലെ തന്നെ അങ്ങനെയുള്ള ആളുകൾ, ചില ആളുകൾ നമ്മുടെ ജീവിതത്തിൽ ചില ബുദ്ധിമുട്ടുന്ന സമയങ്ങളിലൊക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ട് വരും. നമ്മൾ പറയാറുണ്ടല്ലേ, മാലാഖയെ പോലെ വന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയാറുണ്ടല്ലേ. അതായത് നമ്മുടെ ചില തെറ്റുകൾ അവർക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ ഇമ്പാക്ട്സ് അല്ലെങ്കിൽ വലിയ വലിയ സ്വാധീനങ്ങൾ അവർക്ക് ചില വ്യക്തികൾക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അല്ലാത്ത ആളുകൾക്ക് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിനൊക്കെയാണ്, അതായത് എപ്പോഴും നമ്മളൊരു ഐഡിയൽ ആയിട്ട് അല്ലെങ്കിൽ ഒരു മാതൃകയായിട്ട് നോക്കി കാണുന്ന അല്ലെങ്കിൽ അവരുടെ ഭാഗമാവാനൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവരെ പോലെ ആയിരുന്നെങ്കിൽ ആവാൻ സാധിച്ചെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മൾ നോക്കി കാണുന്ന കുറച്ച് ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ കുറച്ച് ആളുകൾ ഉണ്ടായിരിക്കും. അതിനാണ് നമ്മൾ എന്തെന്ന് പറയാം, റെഫറൻസ് ഗ്രൂപ്പ് എന്ന് പറയാം. നമ്മുടെ ഔട്ട് ഗ്രൂപ്പിലുള്ള ആളുകളുമായിട്ട് നമുക്ക് പലപ്പോഴും ഒരു
ഫങ്ഷണൽ റിലേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ ഓഫീസിലൊക്കെ ഉണ്ടായിരിക്കുമല്ലേ, അതായത് ഓരോ ടീമായിട്ട് തരംതിരിച്ചിട്ടുണ്ടായിരിക്കും നമ്മുടെ ജോബും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മളെ ടീമിൽ ഉൾപ്പെടാത്ത നമ്മളെ ഓഫീസിലുള്ള ബാക്കി കൊളീഗ്സുമായിട്ട് നമ്മൾ ഉള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ഫങ്ഷണൽ റിലേഷൻ ആണ്. അതായത് നമ്മൾ എന്താണ് മറ്റ് ഏതെങ്കിലും കാര്യങ്ങളുമായിട്ട് അവരോട് സഹകരിക്കുന്നുണ്ടാവും. ആളുകൾ പരസ്പരം എന്താണ് ഡിപ്പെൻഡന്റ് ആണ് അല്ലെ. അതായത് ഒരാൾക്ക് ഇൻഡിപെൻഡന്റ് ആയി നിൽക്കാൻ പറ്റൂല. ചില സമയത്ത് നമുക്ക് ഇൻ ഗ്രൂപ്പിലുള്ള ആളുകളെ മാത്രമല്ല ഔട്ട് ഗ്രൂപ്പിലുള്ള ആളുകളെയും പലപ്പോഴും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പൊ എന്താണ് ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് മാത്രമാണ് ഔട്ട് ഗ്രൂപ്പിനെ നമ്മൾ സമീപിക്കുന്നത്. അപ്പോൾ ഒരു സ്പെസിഫിക് ഫങ്ഷണൽ റിലേഷൻ ആണ് ഒരു ഔട്ട് ഗ്രൂപ്പിലുള്ള ആളുകളും പിന്നെ ഇൻ ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ ഗ്രൂപ്പിലുള്ള അതായത് ഞാനും എൻ്റെ പുറത്തുള്ള ഒരു ഗ്രൂപ്പ് തമ്മിൽ ഉണ്ടായിരിക്കും ഒരു സ്പെസിഫിക് ഫങ്ഷണൽ റിലേഷൻ ആണെന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് കേട്ടോ. ഓക്കെ, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒന്നല്ല 2 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കും. പിന്നെ ഏതൊരു ഗ്രൂപ്പിന്റെ ആയാലും സോഷ്യൽ ഗ്രൂപ്പുകളുടെ ഒക്കെ ബൗണ്ടറി ക്ലിയർ ആയിരിക്കും, എസ്പെഷ്യലി ഇൻ ഗ്രൂപ്പിന്റെയും ഔട്ട് ഗ്രൂപ്പിന്റെയും. അത് നമുക്കറിയും, അതായത് ഇതാണ് എൻ്റെ ഗ്രൂപ്പ് എന്നുള്ളത് എല്ലാവർക്കും അറിയും അല്ലെ. വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന ഒരു ബൗണ്ടറി ഇല്ലെങ്കിൽ പോലും. ഓക്കെ, അപ്പോൾ ഇൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ഒരു പേഴ്സൺ ബിലോങ് ചെയ്യുന്ന ഗ്രൂപ്പാണ്. അതേപോലെ തന്നെ ആ ഒരു ഗ്രൂപ്പിന്റെ പേരിലായിരിക്കും ആ ഒരു വ്യക്തി ചിലപ്പോൾ അറിയുന്നുണ്ടായിരിക്കും അല്ലെ. അതേപോലെ തന്നെ ആ ഒരു ഗ്രൂപ്പിലെ ആളുകൾ യൂസ് ചെയ്യുന്ന അവർക്ക് മാത്രമായിട്ടുള്ള കുറച്ച് സിംബൽസ്, അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ സ്കൂളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്പോർട്സിന്റെയും ആർട്സിന്റെയും ഒക്കെ ടൈമിൽ നമ്മൾ ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും അല്ലെ, യെല്ലോ ഗ്രീൻ ബ്ലൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഓരോ ഗ്രൂപ്പിനെയും തിരിച്ചറിയാൻ ഓരോ ബാഡ്ജസ് ഉണ്ടായിരിക്കും, ക്ലോത്തിങ് ഉണ്ടായിരിക്കും, നെയിം ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ സ്ലോഗൻ, ഇങ്ങനെയുള്ള ഒരു പലതരത്തിലുള്ള ഫോംസ് ഓഫ് ഐഡന്റിഫിക്കേഷൻ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ഗ്രൂപ്പിലുള്ള ആളുകളെ സ്വയം ആ ഗ്രൂപ്പിലുള്ള ആളുകൾ പോസിറ്റീവ് ആയിട്ടാണ് നോക്കി കാണാം. ഔട്ട് ഗ്രൂപ്പിലുള്ള ആളുകളെ എപ്പോഴും ഒരു നെഗറ്റീവ് സെൻസിലാണ് നമ്മൾ നോക്കി കാണുക അല്ലെ. എപ്പോഴും മറ്റേ ഗ്രൂപ്പിന് ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പും വേറൊരു ഗ്രൂപ്പും തമ്മിൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മളെ ഗ്രൂപ്പിനെ പ്രൊട്ടക്ട് ചെയ്യാനും മറ്റേ ഗ്രൂപ്പിന്റെ കുറ്റങ്ങൾ കണ്ടെത്താനും ആണ് ശ്രമിക്കുക അല്ലെ. അപ്പൊ അതാണ് പറയുന്നത്, എപ്പോഴും ഒരു നെഗറ്റീവ് ടേംസിലാണ് നമ്മൾ ഔട്ട് ഗ്രൂപ്പിനെ കാണുക. ഓക്കെ, പിന്നെ നമ്മൾ ഔട്ട് ഗ്രൂപ്പുമായിട്ട് എപ്പോഴും ഒരു കോമ്പീറ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പലപ്പോഴും കോൺഫ്ലിക്റ്റിലേക്ക് വരെ എത്താറുണ്ട് ഔട്ട് ഗ്രൂപ്പുമായിട്ട് എന്നുള്ളതാണ്. അപ്പോൾ ഔട്ട് ഗ്രൂപ്പിനെ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക? എനി ഗ്രൂപ്പ് ദാറ്റ് എ പേഴ്സൺ ഡസ് നോട്ട് ബിലോങ് ടു ഓർ ഐഡന്റിഫൈ വിത്ത് എന്നുള്ളതാണ്. നമ്മൾ അങ്ങനെയാണ് അതിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അതായത് നമ്മൾ എങ്ങനെയാണ് ഒരു സ്ട്രേഞ്ചറെ നമ്മൾ ഡിഫൈൻ ചെയ്യുക? എങ്ങനെയാണ് സ്ട്രേഞ്ചർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അതിന്റെ ഒരു റിപ്ലൈ കൊടുക്കുക? അതായത് അൺഫെമിലിയർ ആയിട്ടുള്ള ആളുകൾ, അൺനോൺ കാറ്റഗറിയിൽ പെടുന്ന, അൺനോൺ ഗ്രൂപ്പിൽ പെടുന്ന ആളുകളാണ് സ്ട്രേഞ്ചേഴ്സ് അല്ലെ. ഇനി നമ്മൾ ഏതൊരു സോഷ്യൽ ഗ്രൂപ്പിനെ എടുത്തു കഴിഞ്ഞാലും ആ ഒരു സോഷ്യൽ ഗ്രൂപ്പ് പലപ്പോഴും സൊസൈറ്റിയിൽ ഒരു സോഷ്യൽ യൂണിറ്റി, സ്റ്റെബിലിറ്റി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഈ ഒരു സോഷ്യൽ ഗ്രൂപ്പ്സ് ആണ് എന്തെന്ന് പറയാ, നമ്മൾ ആ സോഷ്യൽ ഗ്രൂപ്പ് കുറച്ചും കൂടി ബ്രോഡ് ആകുമ്പോൾ അതിനെയാണ് നമ്മൾ കമ്മ്യൂണിറ്റി എന്ന് വിളിക്കുക അല്ലെ. അതായത് ഓരോ കമ്മ്യൂണിറ്റിയും അതിൽ ഉൾക്കൊള്ളുന്ന മെമ്പേഴ്സിന് എ ടൈപ്പ് ഓഫ് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സെക്യൂരിറ്റി കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതേപോലെ തന്നെ ആ ഒരു ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് ഒരു ഐഡന്റിറ്റി കൊടുക്കും. അതേപോലെ തന്നെ സൊസൈറ്റിയുടെ ഓവറോൾ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഒരു സൊസൈറ്റിന്റെ ഒരു സോഷ്യൽ വെൽബീയിങ്ങിന് ഇത്തരം കമ്മ്യൂണിറ്റീസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, എന്നിരുന്നാലും ചില കമ്മ്യൂണിറ്റീസ് നമുക്കറിയാം, സൊസൈറ്റിയിൽ ഒരുപാട് കമ്മ്യൂണിറ്റീസ് ഉണ്ടായിരിക്കും അല്ലെ. ചില കമ്മ്യൂണിറ്റീസ് ഒക്കെ വളരെ സ്ട്രോങ് ആയിരിക്കും, അതിലേക്കുള്ള മെമ്പർഷിപ്പ് ഒക്കെ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോൾ ഇത് ആളുകൾ തമ്മിൽ പലപ്പോഴും ഈ ഒരു കമ്മ്യൂണിറ്റീസ് തമ്മിലുള്ള ഡൈവേഴ്സിറ്റീസ് ചില സമയത്തൊക്കെ ഒരുപാട് പ്രോബ്ലംസും സൊസൈറ്റിയിൽ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ആളുകൾ തമ്മിൽ കോൺഫ്ലിക്ട്സ്, അതേപോലെ തന്നെ ബാരിയേഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ സോഷ്യൽ ഗ്രൂപ്പ്സ് സെയിം ടൈം ആളുകളെ ഒരുമിച്ച് കൂട്ടാനും അതേപോലെ തന്നെ ആളുകളെ തമ്മിൽ വേർതിരിക്കാനും കാരണമാവുന്നു എന്നുള്ളതാണ് ഒരു സോഷ്യോളജിക്കൽ വേയിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അതായത് നമ്മൾ സോഷ്യൽ ഇഷ്യൂസിനെ കുറിച്ച്
നമ്മൾ വ്യക്തമായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് സയന്റിസ്റ്റിന്റെ അല്ലെങ്കിൽ പഠിക്കുന്ന സോഷ്യൽ സയന്റിസ്റ്റിന്റെ വാല്യൂസ്, അതേപോലെ തന്നെ അയാളുടെ പെർസ്പെക്റ്റീവ്സ്, ഇതൊക്കെ ഒരു മാറ്റർ ആവുന്നുണ്ട്. പിന്നെ ഹ്യൂം എന്ന് പറയുന്ന ഒരു ഫിലോസഫർ പറയുന്നത് മൾട്ടിറ്റ്യൂഡ് ഓഫ് ഒപ്പീനിയൻസ് ഒരു വിഷയത്തിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് അവിടെ ഒരു സോഷ്യോളജിക്കൽ മോഡ് ഓഫ് തിങ്കിങ് ഹാപ്പൻ ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ സോഷ്യൽ സയന്റിസ്റ്റിന്റെ വർക്കിംഗ് കോണ്ടെക്സ്റ്റ്, അതായത് അദ്ദേഹം നിലനിൽക്കുന്ന ഒരു സൊസൈറ്റി, അവിടെ അദ്ദേഹം കണ്ടിട്ടുള്ള കാര്യങ്ങൾ അത് തന്നെയാണ് ട്രൂത്ത് എന്ന് വിചാരിച്ചിട്ട്, അത് തന്നെയാണ് റിയാലിറ്റി എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്യും, മറ്റു സൊസൈറ്റീസിനെ വിലയിരുത്തും. അതായത് അദ്ദേഹത്തിന്റെ സൊസൈറ്റിയിലുള്ള വാല്യൂസ് മാത്രമാണ് ശരി, മറ്റു സൊസൈറ്റിയിലുള്ള കൾച്ചറും വാല്യൂസും ഒന്നും അല്ല ശരി എന്നുള്ള രീതിയിലൊക്കെ വിലയിരുത്തപ്പെടും. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു, മിൽസിന്റെ കൺസെപ്റ്റ് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അദ്ദേഹം അമേരിക്കൻ സൊസൈറ്റീനെ ബേസ് ചെയ്തിട്ടാണ് പഠിച്ചത്. അപ്പോൾ അമേരിക്കൻ സൊസൈറ്റി ഭയങ്കര എന്താണ്, അദ്ദേഹം അതിനെ ഭയങ്കര ഗ്ലോറിഫൈ ചെയ്തിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ എന്താണ് ആ ഒരു ബയാസ് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ സൊസൈറ്റീനെ, ഏതൊരു സൊസൈറ്റി അതെങ്ങനെയാണോ അതിനെ ആ ഒരു രീതിയിൽ അംഗീകരിക്കുക, ആ ഒരു രീതിയിൽ അതിനെ പഠിക്കുക എന്നുള്ളതാണ് അതിനുള്ള ഒരു സൊല്യൂഷൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, അതായത് സോഷ്യോളജിസ്റ്റുകൾ അവരുടെ യഥാർത്ഥ ഫിലോസഫിക്കൽ ഗ്രൗണ്ടിൽ നിന്ന്, എത്തിക്കൽ മോറൽ ഗ്രൗണ്ടിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് എന്താണ് ഈ ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ്സ് പറയുന്ന പോലെ ഈ ഒരു സോഷ്യൽ സയൻസിനെ ഒരു ടൂളായിട്ട് യൂസ് ചെയ്തിട്ട് അവിടെ അവർക്ക് ഗവൺമെന്റിന് അനുകൂലമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഏതാണോ ഗ്രൂപ്പ്, പർട്ടിക്കുലർ പ്രോഫിറ്റബിൾ എന്റർപ്രൈസ് ആരാണോ അവർക്ക് അനുകൂലമായിട്ട് ഈ ഒരു റിസർച്ചിന്റെ റിസൾട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ സോഷ്യൽ സയൻസ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ആവാൻ ഒരിക്കലും സോഷ്യൽ സയൻസ് പാടില്ല അല്ലെ. അതായത് സോഷ്യൽ സയൻസുകൾ എപ്പോഴും സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ എന്താണ് പ്രോബ്ലംസ് പരിഹരിക്കാനും ഒരു സൊസൈറ്റിയുടെ റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു സൊസൈറ്റി എന്താണോ ഇതിന് ആ ഒരു രീതിയിൽ അംഗീകരിക്കാനും ഒക്കെ ഉള്ള ഒരു ഡിസിപ്ലിൻ ആണ് അല്ലെ. ഒരു അങ്ങനെയുള്ള ഡിസിപ്ലിൻസ് ആണ് എന്ത് സോഷ്യൽ സയൻസുകൾ എന്ന് പറയുന്നത്. അതായത് പബ്ലിക്കലി റെസ്പോൺസിബിൾ എന്റർപ്രൈസസ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇങ്ങനെയുള്ള എന്താണ് തെറ്റായ രീതിയിൽ അതിനെ ഉപയോഗിക്കുമ്പോൾ ആ ഒരു സോഷ്യൽ സയൻസുകൾക്ക് അല്ലെങ്കിൽ സോഷ്യൽ റിസർച്ചേഴ്സിന് അവരുടെ ഇൻഡിവിജ്വാലിറ്റി നഷ്ടപ്പെടുന്നു ഈ ഒരു ബ്യൂറോക്രാറ്റിക് സെറ്റപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ എന്നുള്ളതാണ് പറയുന്നത്. അതേപോലെ തന്നെ ഈ ഒരു സോഷ്യൽ സയന്റിസ്റ്റുകളുടെ ഈ ഒരു ടൈപ്പ് ഓഫ് യൂട്ടിലൈസേഷൻ അത് എന്താണ് അവരുടെ ആ ഒരു ഇന്റലക്ച്വൽ ആൻഡ് ഫിലോസഫിക്കൽ സ്കോപ്പ് ഓഫ് ഡിസിപ്ലിന്, അതായത് ഒരു ഫോർ എക്സാമ്പിൾ സോഷ്യോളജി എന്നുള്ള ആ ഒരു ഡിസിപ്ലിനെ ഉപയോഗിച്ചുകൊണ്ട് സോഷ്യൽ സയന്റിസ്റ്റ് അല്ലെങ്കിൽ സോഷ്യോളജിസ്റ്റ് ഇങ്ങനെയുള്ള ഒരു തെറ്റായ രീതിയിലുള്ള ഒരു ബയാസ്ഡ് ആയിട്ടുള്ള ഒരു പഠനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ എന്താണ് ആ ഒരു ഡിസിപ്ലിന്റെ തന്നെ ഇന്റലക്ച്വൽ ഫിലോസഫിക്കൽ സ്കോപ്പിനെയാണ് അത് നെഗറ്റീവായിട്ട് ബാധിക്കുന്നത് അല്ലെ. The utilization of social scientists for the enhancement of bureaucratic purposes has limited the intellectual and philosophical scope of the discipline എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ഡിസിപ്ലിന്റെ ജെനുവിനിറ്റി അതിന് നഷ്ടപ്പെടുകയാണ്. ഓക്കെ, നമുക്ക് മിൽസിന്റെ യൂസസ് ഓഫ് ഹിസ്റ്ററി എന്നുള്ള ടോപ്പിക്ക് നോക്കാം. അതായത് ഇതിൽ അദ്ദേഹം പറയുന്നത് സോഷ്യോളജിയിൽ നമ്മുടെ ഹിസ്റ്ററി എങ്ങനെയാണ് സോഷ്യോളജിക്കൽ ആയിട്ടുള്ള ആസ്പെക്ട്സിനെ അല്ലെങ്കിൽ സൊസൈറ്റിയിലുള്ള പല ഇവൻസിനെയും പഠിക്കാൻ വേണ്ടിയിട്ട് ഹിസ്റ്ററി എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതായത് നമ്മൾ ഒരു സൊസൈറ്റിയിലെ ഏതെങ്കിലും ഇവൻസിന്റെ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻസ് അല്ലെങ്കിൽ സൊസൈറ്റിയുടെ തന്നെ സോഷ്യൽ എവല്യൂഷൻ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ പാസ്റ്റിൽ നടന്നിട്ടുള്ള ചേഞ്ചസ്, ഇപ്പോൾ ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഹിസ്റ്ററി, ഇതൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, ഇതൊക്കെ പഠിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് ആ ഒരു സൊസൈറ്റിയുടെ ഹിസ്റ്ററി ആണെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഒരു സോഷ്യോളജിസ്റ്റ് ഒരു കാസ്റ്റ് ആസ് ആൻഡ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അതിന്റെ എവല്യൂഷൻ പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ആ ഒരു കാസ്റ്റിന്റെ പാസ്റ്റ്, അതായത് പാസ്റ്റിൽ ആ ഒരു കാസ്റ്റ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് പഠിച്ചാൽ മതി എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ,
അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഹിസ്റ്റോറിക്കൽ പീരീഡിലുള്ള സോഷ്യൽ ലൈഫ് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹിസ്റ്ററി ഹെൽപ്പ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ വിക്ടോറിയൻ ഇംഗ്ലണ്ട് അല്ലെങ്കിൽ 17th സെഞ്ച്വറിയിലെ ഫ്രാൻസ്, ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഹിസ്റ്ററി. അതേപോലെ തന്നെ നമുക്ക് പാസ്റ്റ് അറിയുന്നതോടൊപ്പം തന്നെ സോഷ്യൽ സിറ്റുവേഷൻസിൻ്റെ കറൻറ്റ് സിറ്റുവേഷനും, അതായത് ഏതെങ്കിലും ഒരു സൊസൈറ്റിയുടെ കറൻറ്റ് സിറ്റുവേഷനും അല്ലെങ്കിൽ പാസ്റ്റും ഒക്കെ നമുക്ക് കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെ ഹിസ്റ്ററീനെ പലതരത്തിലും നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ്, സോഷ്യോളജിക്കൽ സ്റ്റഡീസിൽ യൂസ് ചെയ്യാം എന്നുള്ളതാണ് മിൽസ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഇൻ വാട്ട് വേ സോഷ്യോളജി ലുക്സ് അറ്റ് റിയാലിറ്റി. റിയാലിറ്റീനെ എങ്ങനെയാണ് സോഷ്യോളജി വിലയിരുത്തുന്നത് അല്ലെങ്കിൽ നോക്കിക്കാണുന്നത് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഇതിൽ മിൽസിന്റെ ഹ്യൂമൻ വെറൈറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഓരോ ഹിസ്റ്റോറിക്കൽ റിയാലിറ്റീസ് നമ്മോട് പറയുന്നത്, അതായത് മിൽസ് പറയാണ്, അതായത് ഓരോ സൊസൈറ്റിയുടെയും ഹിസ്റ്ററി നമ്മളോട് സംസാരിക്കുന്നത് എന്താണ്, വെറൈറ്റി ഓഫ് സോഷ്യൽ സിസ്റ്റംസും സോഷ്യൽ സ്ട്രക്ചേഴ്സും ഒക്കെ ഉണ്ടെന്നുള്ളതും, അങ്ങനെയുള്ള വെറൈറ്റീസിനെ നമ്മൾ കമ്പയർ ചെയ്തിട്ട് വേണം നമ്മൾ സൊസൈറ്റീനെ കുറിച്ചിട്ട് പഠിക്കാൻ. അങ്ങനെ കമ്പാരിസൺ നടത്തുമ്പോൾ മാത്രമാണ് നമുക്കൊരു അൺബയാസ്ഡ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുന്നത്. അൺബയാസ്ഡ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് നമ്മൾ ഒരു കാര്യത്തെ പഠിക്കുമ്പോഴാണ് നമുക്ക് അൺബയാസ്ഡ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുന്നത് എന്നുള്ളതാണ് മിൽസ് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ് എന്താണ് ചെയ്യുന്നത്, അതായത് സൊസൈറ്റീസിനെ, എല്ലാ സൊസൈറ്റീനെയും ഒരുപോലെയാണ് കാണുന്നത്. ഒരുപോലെ മീൻസ് അതായത് ഒരു സെയിം സ്കെയിലിലാണ് എല്ലാ സൊസൈറ്റീനെയും വെച്ചിട്ടുള്ളത്. അതായത് എല്ലാ സൊസൈറ്റീസിനും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്, ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അല്ലാതെ ചില സൊസൈറ്റീസ് ഭയങ്കര മെച്ചപ്പെട്ടതും ചിലത് വളരെ മോശം, അങ്ങനെ ഒരിക്കലും സോഷ്യോളജിയിൽ വിലയിരുത്തുന്നില്ല. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇൻ കേസ് സോഷ്യോളജി സൊസൈറ്റീസിനെ എന്താണ് വിവിധ കാറ്റഗറൈസ് ആയിട്ട് അല്ലെങ്കിൽ വിവിധ കാറ്റഗറീസ് ആയിട്ട് തിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിവിധ ഗ്രേഡ്സ് ആയിട്ട് തിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് സ്ട്രക്ചറൽ ടേംസിൽ മാത്രമാണ്. ലൈക്ക് കോംപ്ലക്സിറ്റി, ഡെമോഗ്രഫി, അതായത് ഇതിൻ്റെയൊക്കെ ബേസിൽ മാത്രം. ഓക്കെ, കോംപ്ലക്സിറ്റിയുടെയും ഓരോ സൊസൈറ്റിയുടെയും കോംപ്ലക്സിറ്റി ലെവലും ഡെമോഗ്രഫി ലെവലും അതിൻ്റെയൊക്കെ ടേംസിൽ മാത്രമാണ്, അങ്ങനെയുള്ള സ്ട്രക്ചറൽ ടേംസിൽ മാത്രമാണ് സൊസൈറ്റീസിനെ ഗ്രേഡ് ചെയ്യുന്നത്. അതർവൈസ് എല്ലാ സൊസൈറ്റീസും സെയിം സ്കെയിലാണ്, അതായത് ഈക്വൽ ആണെന്ന് അർത്ഥം. ഓക്കെ, സോഷ്യോളജിയുടെ ഒരു കണ്ണിൽ നോക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ സോഷ്യൽ സ്ട്രക്ചറിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഓരോ സൊസൈറ്റീസും കോംപ്ലക്സ് ആവുന്നതും സിമ്പിൾ ആവുന്നതും ഒക്കെ ആ ഒരു സൊസൈറ്റിയിലുള്ള ആളുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പുകളും അതേപോലെ തന്നെ അവിടെയുള്ള പോപ്പുലേഷനും ഒക്കെ നോക്കിയിട്ടാണ്. ഓക്കെ, അതേപോലെ തന്നെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസും ക്ലാസിഫൈ ചെയ്യുന്നത് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും പെർഫോം ചെയ്യുന്ന ഫംഗ്ഷന്റെ ബേസിലാണ്. ഫോർ എക്സാമ്പിൾ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എക്കണോമിക് ഫംഗ്ഷൻസ് പെർഫോം ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഇനി പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുമ്പോൾ പൊളിറ്റിക്കൽ ഫംഗ്ഷൻസ് പെർഫോം ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ഓരോന്നിന്റെയും ഫംഗ്ഷൻ വെച്ചിട്ടാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ സോഷ്യോളജിയിൽ വരുന്നത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഓക്കെ, മാത്രല്ല ഓരോ ഡിസിപ്ലിൻസും തമ്മിൽ, അതായത് ഒരു സോഷ്യൽ സയൻസിലെ ഓരോ ഡിസിപ്ലിൻസും തമ്മിൽ വളരെയധികം എന്താണ് ഇൻഫ്ലുവൻസസ് ഉണ്ട്. അതായത് ഈച്ച് ഡിസിപ്ലിൻസ് ഹാവ് ഇൻഫ്ലുവൻസസ് ഈച്ച് അതർ എന്നുള്ളതാണ് പറയുന്നത്. അതേപോലെ തന്നെ ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഓരോ ഹ്യൂമൻ ബീങ്സും വെറൈറ്റി ആയതുപോലെ തന്നെ ഓരോ സൊസൈറ്റീസും വെറൈറ്റി ആണ് എന്നുള്ളതാണ് മിൽസ് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു വാല്യൂസും ആക്ഷനും ബോമാൻ പറഞ്ഞു വെക്കുന്നത് നമ്മുടെ വാല്യൂസ് ആയിരിക്കും പലപ്പോഴും നമ്മുടെ ആക്ഷൻസിനെ നിർണ്ണയിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ വാല്യൂസ് ഹൈലി നമ്മുടെ ആക്ഷൻസിനെ എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പല പ്രവൃത്തികളും നമ്മുടെ വാല്യൂസിനെ അനുസരിച്ചിട്ടായിരിക്കും അല്ലെ, വേറൊരാളുടെ വാല്യൂ ആയിരിക്കില്ല മറ്റൊരാൾക്ക് ഉണ്ടായിരിക്കുക. അപ്പൊ അതിനനുസരിച്ചിട്ട് അവരുടെ ആക്ഷൻസ് മാറും. അതേപോലെ തന്നെ നമ്മൾ തന്നെ നമ്മുടെ ഓരോ ഏജിലും അല്ലെങ്കിൽ ഓരോ കാലഘട്ടത്തിലുള്ള നമ്മുടെ ആക്ഷൻസ് നമ്മൾ
വലുതാവുന്നതിനനുസരിച്ചിട്ട്, അതായത് കുട്ടികളായിരിക്കുമ്പോൾ നമുക്ക് ഉണ്ടായിരിക്കുന്ന ആക്ഷൻ അല്ല നമ്മൾ വലുതായിട്ട് ഉണ്ടാവുമ്പോൾ നമുക്ക് ഉണ്ടാവുക. അതിന് കാരണം നമ്മുടെ വാല്യൂസിലൊക്കെ ഒരുപാട് ചേഞ്ച് വരുന്നത് കൊണ്ടാണെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഒബ്സർവ്, ഇന്റർപ്രറ്റ് ആൻഡ് വാലിഡേറ്റ് സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ് എന്നുള്ളതാണ്. ഓക്കെ, പെർസ്പെക്റ്റീവ്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞു സോഷ്യോളജിയിൽ ഒരുപാട് പെർസ്പെക്റ്റീവ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. ഫങ്ഷണൽ പെർസ്പെക്റ്റീവ്സ്, സ്ട്രക്ചറൽ പെർസ്പെക്റ്റീവ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്, കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ്, സിംബോളിക് ഇന്ററാക്ഷനിസം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് പെർസ്പെക്റ്റീവ്സ് സോഷ്യോളജിയിൽ ഉണ്ട്. അതിനെ നമ്മൾ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇപ്പൊ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഒരുപാട് പെർസ്പെക്റ്റീവ്സ് സോഷ്യോളജിയിൽ ഉണ്ട്. ഈ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഓരോ ഫിലോസഫേഴ്സും അല്ലെങ്കിൽ ഓരോ പെർസ്പെക്റ്റീവിന്റെ ആളുകളും അതിന്റെ വക്താക്കളും ഓരോ രീതിയിലാണ് കാര്യങ്ങളെ നോക്കിക്കാണുന്നത്. സൊസൈറ്റിയിലുള്ള പല കാര്യങ്ങളെയും ഒരേ കാര്യത്തിൽ തന്നെ പല പെർസ്പെക്റ്റീവിലുള്ള ആളുകൾ നോക്കിക്കാണുന്നത് ഡിഫറെന്റ് വേസിലൂടെയാണെന്നുള്ളതാണ് ഈ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി ബോമാന്റെ സോഷ്യോളജിക്കൽ ഐ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അതെന്താ നോക്കാം. അതായത് ബോമാൻ ഈ ഒരു കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഡെവലപ്പിംഗ് എ സെൻസ് ഓഫ് അനലൈസിങ് what is going around us with a more critical and evaluative perspective. അതായത് നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ നമ്മൾ കുറച്ചും കൂടി ക്രിറ്റിക്കൽ ആയിട്ടും ഇവാലുവേറ്റീവ് ആയിട്ടും എന്താണ് നോക്കിക്കാണുക. ജസ്റ്റ് വെറുതെ നോക്കിയിട്ട് പോവല്ലാതെ ഓരോ കാര്യങ്ങളെയും നമ്മൾ കുറച്ചും കൂടി ഗഹനമായിട്ട് കുറച്ചും കൂടി ക്രിറ്റിക്കൽ ആയിട്ട് നമ്മൾ നോക്കിക്കാണാം. അതിനെയാണ് ആ ഒരു സോഷ്യോളജിക്കൽ ഐ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഈ ഒരു സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ നമുക്ക് കുറച്ചും കൂടി റാഷണൽ വ്യൂയിലൂടെ നോക്കിക്കാണാൻ പറ്റും. ഓക്കെ ഓക്കെ അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ് നമുക്ക് പല കാര്യങ്ങളുടെയും യഥാർത്ഥ റൂട്ട് കോസസ്, അതായത് സൊസൈറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല സംഭവങ്ങളുടെയും പല പ്രശ്നങ്ങളുടെയും പല ഇവന്റ്സിന്റെയും ഒക്കെ യഥാർത്ഥ റൂട്ട് കോസസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് നമ്മൾ വെറുതെ ഓരോ കാര്യങ്ങളെയും ജസ്റ്റ് നമ്മുടെ പ്രൊജഡൈസും ബയാസും ഒക്കെ കൊണ്ട് വിലയിരുത്തുന്നതിന് പകരമായിട്ട് നമുക്ക് അതിന്റെ ഓരോന്നിന്റെയും പിന്നിലുള്ള റിയാലിറ്റി അല്ലെങ്കിൽ ട്രൂത്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സോഷ്യോളജിക്കൽ ഐ അല്ലെങ്കിൽ ഈ ഒരു സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ് നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചില സൊസൈറ്റീസിനൊക്കെ പറയാറുണ്ട് അവരുടെ ഈ ഒരു അവസ്ഥക്ക് കാരണം അവരുടെ ആ ഒരു റേഷ്യൽ ഓർ എത്നിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണെന്ന് പറയാറുണ്ട്. പക്ഷെ അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട്, അതായത് ഒരു അൺബയാസ്ഡ് ആയിട്ട് നമ്മൾ നോക്കിക്കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിന്റെ പിന്നിലും ഓരോ എക്കണോമിക് സോഷ്യൽ റീസൺസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള യഥാർത്ഥ റീസൺസ്, പലതിന്റെയും യഥാർത്ഥ റീസൺസ് മനസ്സിലാക്കി കഴിഞ്ഞാലേ പല പ്രോബ്ലംസിനെയും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുമല്ല. അല്ലാതെ വെറുതെ എത്നിക് റേഷ്യൽ ക്യാരക്ടേഴ്സ് ആണ് അതിന്റെ പിറകിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഇഷ്യൂനെ നമ്മൾ വിലയിരുത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതൊരിക്കലും സോൾവ് ചെയ്യൂല. അത് സോൾവ് ചെയ്യപ്പെടാതെ അങ്ങനെ കിടക്കും. നേരെ മറിച്ച് അതിന്റെ യഥാർത്ഥ കാരണങ്ങൾ അല്ലെങ്കിൽ എക്കണോമിക് റീസൺസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റൂ അല്ലെ. അപ്പൊ അതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സോഷ്യോളജിക്കൽ ഐ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ് നമ്മളെ പല കാര്യങ്ങളെ കുറിച്ചിട്ടും റാഷണൽ ആയിട്ട് ചിന്തിക്കാനും അതേപോലെ തന്നെ നമ്മുടെ പാസ്റ്റിനെയും പ്രസന്റിനെയും ഒക്കെ കമ്പയർ ചെയ്തിട്ട് പല ഫ്യൂച്ചർ ഇവന്റ്സും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനൊക്കെ ഈ ഒരു സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ് നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് ബോമാൻ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, ഗ്രാൻഡ് തിയറി എന്ന് പറഞ്ഞിട്ടുള്ള ടേം കോയിൻ ചെയ്തത് തന്നെ സി റൈറ്റ് മിൽസ് ആണ്. അദ്ദേഹത്തിന്റെ സോഷ്യോളജിക്കൽ ഇമാജിനേഷനിൽ ഗ്രാൻഡ് തിയറിനെ കുറിച്ചിട്ട് അദ്ദേഹം പറയുന്നത്, ഗ്രാൻഡ് തിയറി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫോം ഓഫ് ഹൈലി അബ്സ്ട്രാക്ട് തിയറൈസിങ് ഇൻ വിച്ച് ദ ഫോർമൽ ഓർഗനൈസേഷൻ ആൻഡ് അറേഞ്ച്മെന്റ് ഓഫ് കൺസെപ്റ്റ്സ് ടേക്ക് പ്രയോറിറ്റി ഓവർ അണ്ടർസ്റ്റാൻഡിങ് ദ സോഷ്യൽ റിയാലിറ്റി. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, അതായത് അബ്സ്ട്രാക്റ്റഡ് എംബേസിസത്തിലൊക്കെ പറഞ്ഞ കാര്യം തന്നെ. അതായത് എന്താണോ അതായത് ഇവിടെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് കൺസെപ്റ്റിന്റെ
അറേഞ്ച്മെന്റ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലാതെ ആ ഒരു സോഷ്യൽ റിയാലിറ്റി മനസ്സിലാക്കാനല്ല. ആ ഒരു ടൈപ്പ് ഓഫ് മെത്തേഡ് അല്ലെങ്കിൽ കുറെ കാര്യങ്ങളെ അറേഞ്ച് ചെയ്ത് ഓർഡർ ആക്കി വെക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അല്ലാതെ യഥാർത്ഥ സോഷ്യൽ ഇഷ്യൂ എന്താണെന്നുള്ളതോ അതിനെ സോൾവ് ചെയ്യാനോ ഒന്നും ശ്രമിക്കുന്നില്ല ഈ ഒരു ഗ്രാൻഡ് തിയറിയിൽ. പിന്നെ ഗ്രാൻഡ് തിയറിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഡിഡക്റ്റീവ് വെരിഫിക്കേഷൻ മെത്തേഡാണ്. ഡിഡക്റ്റീവ് വെരിഫിക്കേഷൻ മെത്തേഡിന്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ഡിഡക്റ്റീവ് വെരിഫിക്കേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ, അതായത് സോഷ്യോളജിയിൽ രണ്ട് തരത്തിലുള്ള മെത്തേഡുകളാണ് ഉള്ളത്, ഇൻഡക്റ്റീവ് മെത്തേഡും ഡിഡക്റ്റീവ് മെത്തേഡും. ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യത്തെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അതിനെ സ്പെസിഫിക് ടു ജനറൽ, അതിനെയാണ് നമ്മൾ ഇൻഡക്റ്റീവ് എന്ന് പറയുക. ഡിഡക്റ്റീവ് എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ്, ജനറൽ ടു സ്പെസിഫിക്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ, അതായത് ഒരു കാര്യത്തെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുമ്പോൾ എന്താണ് ഇൻഡക്റ്റീവ് മെത്തേഡ് ആകുമ്പോൾ അവിടെ എന്താണ്, നമ്മൾ ആദ്യം ആ ഒരു പ്രോബ്ലത്തെ മാത്രം പഠിക്കുക, എന്നിട്ട് സിമിലർ ആയിട്ടുള്ള പ്രോബ്ലംസിനൊക്കെ പഠിച്ചിട്ട് എന്നിട്ട് മൊത്തത്തിൽ ജനറലൈസ് ചെയ്യുക. അതാണ് ഇൻഡക്റ്റീവ് മെത്തേഡ്. ഇവിടെ ഗ്രാൻഡ് തിയറി യൂസ് ചെയ്യുന്നത് ഡിഡക്റ്റീവ് മെത്തേഡ്. ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുമ്പോൾ അത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ജനറൽ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടായിരിക്കും. അതിന്റെ ബേസിലാണ് നമ്മൾ ഒരു സ്പെസിഫിക് ഇഷ്യൂനെ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് കാര്യത്തെ കുറിച്ചിട്ട് പഠിക്കുക. എന്നിട്ട് എന്താണ് ആ ഒരു ജനറലൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു ജനറൽ കൺസെപ്റ്റ് എന്താണോ അതുപോലെ തന്നെ ആയിരിക്കും ഈ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യവും വരുന്നത് എന്നുള്ള രീതിയിൽ ഈ ഒരു ആദ്യമേ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു അല്ലെങ്കിൽ ആദ്യമേ എന്താണ് മനസ്സിലാക്കി വെച്ചിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവുമല്ലോ, ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു കാര്യത്തെയും മനസ്സിലാക്കുക. അല്ലാതെ എക്സാക്ട് ആ ഒരു പ്രശ്നത്തെ കുറിച്ചിട്ട് സ്പെസിഫിക് ആയിട്ട് മനസ്സിലാക്കാനോ അത് സ്പെസിഫിക് ആയിട്ട് മനസ്സിലാക്കിയിട്ട് അതിനെ സ്പെസിഫൈ ചെയ്തിട്ട് ആ ഒരു സ്പെസിഫിക് പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാനോ ഒന്നും ഈ ഒരു ഡിഡക്റ്റീവ് മെത്തേഡിൽ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഗ്രാൻഡ് തിയറിയുടെ ഒരു പോരായ്മ. ഓക്കെ, അപ്പോൾ അബ്സ്ട്രാക്റ്റഡ് എംപിരിസിസത്തിനെ ക്രിറ്റിസൈസ് ചെയ്തിട്ട് മിൽസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? മെത്തേഡിനാണ് ഇമ്പോർട്ടൻസ് നൽകുന്നത്, അല്ലാതെ അതായത് വാട്ട് ടു വെരിഫൈ ഇസ് നോട്ട് എ സീരിയസ് ഇഷ്യൂ. അതായത് അബ്സ്ട്രാക്റ്റഡ് എംപിരിസിസം, അതായത് എംപിരിസിസത്തിൽ ഒരിക്കലും എന്താണോ പഠിക്കേണ്ടത് എന്നുള്ളത് ഒരു കാര്യമേ ആയി വരുന്നില്ല. അവിടെ മെത്തേഡിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ സോഷ്യൽ സ്റ്റഡീസിൽ ഒരുപാട് അപ്രോച്ചസ് ഉണ്ട്, ഒരുപാട് ഡിസ്റ്റിങ്ക്റ്റ് മെത്തേഡ് ഓഫ് അപ്രോച്ചസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ ഈ ഒരു മെത്തേഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഇൻവോൾവഡ് ആയിട്ടുണ്ട്. ഒരുപാട് ഫിലോസഫേഴ്സ് അവരുടേതായിട്ടുള്ള പെർസ്പെക്റ്റീവ്സ് നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പെർസ്പെക്റ്റീവ്സിലൂടെയൊക്കെ നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റും. ഈ പെർസ്പെക്റ്റീവ്സ് എല്ലാം കമ്പൈൻ ചെയ്തിട്ടും നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലെ? ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് സോഷ്യൽ സയൻസിൽ, അല്ലെ? നമ്മൾ സൊസൈറ്റിനെ കുറിച്ചിട്ട് പഠിക്കുന്നത് എന്തിനാണ്? സൊസൈറ്റിനെ കുറിച്ചിട്ട് മനസ്സിലാക്കുന്നത് എന്തിനാണ്? ആ ഒരു സൊസൈറ്റീനെ നമ്മൾ മനസ്സിലാക്കിയാലേ ആ ഒരു സൊസൈറ്റിയുടെ ഒരു ഡെവലപ്മെന്റിനും അതേപോലെ തന്നെ ഇനി എന്തെങ്കിലും ഇഷ്യൂസ് അവിടെ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ എഫക്റ്റീവായിട്ട് നമുക്ക് അതിനെ കൈകാര്യം ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ സോഷ്യൽ സ്റ്റഡീസിൽ മെത്തേഡ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്താൽ ഈ ഒരു യഥാർത്ഥ ഗോളൊന്നും നടക്കൂല. ഓക്കെ, അപ്പൊ നമ്മൾ സോഷ്യൽ സയൻസുകളിലേക്ക് വരുമ്പോൾ അതിൽ പ്രോബ്ലംസിനെയാണ് കൂടുതലായിട്ട് അഡ്രസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിന് ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ഒന്നും ഉണ്ടാവില്ല. സൊല്യൂഷൻ എന്നതിനേക്കാൾ ഉപരി ആ ഒരു പ്രശ്നത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ആവശ്യമായിട്ടുള്ളത്. കാരണം എല്ലാത്തിനും സൊല്യൂഷൻ ചിലപ്പോൾ വേണ്ടി വരില്ല, അല്ലെ? ആ ഒരു കാര്യത്തെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ് ചില സമയങ്ങളിലൊക്കെ കൂടുതൽ സൊല്യൂഷനേക്കാൾ കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുണ്ടായിരിക്കാം. ഓക്കെ, ഇനി ഫോർ ആൻ എഫക്റ്റീവ് സോഷ്യോളജിക്കൽ അപ്രോച്ച് the problem addressed should include various public issues and should bring out the causal connections between the issue and the social structure. സോഷ്യൽ സയൻസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കാര്യത്തെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് ആ ഒരു കാര്യം ഏത് സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ, കൾച്ചറൽ കോണ്ടെക്സ്റ്റിലാണോ ഉള്ളത്, ആ ഒരു കോണ്ടെക്സ്റ്റിനെയും അതേപോലെ തന്നെ അത് നിലനിൽക്കുന്ന ആ ഒരു സോഷ്യൽ സ്ട്രക്ചറിനെയും
നമ്മൾ സീരിയസ് ആയിട്ട് പഠിക്കണം. ആ ഒരു ഇഷ്യൂ അതേപോലെ തന്നെ സോഷ്യൽ സ്ട്രക്ചറും തമ്മിൽ ഹൈലി കണക്റ്റഡ് ആയിരിക്കും. ആ ഒരു കണക്ഷൻ, ആ ഒരു കോഷ്യൽ കണക്ഷൻസ് നമുക്ക് മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് പബ്ലിക് ഇഷ്യൂസിനെ യഥാർത്ഥ രീതിയിൽ അഡ്രസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് മിൽസ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. മെയിൻ ആയിട്ട് ഈ ഒരു ചാപ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് സോഷ്യോളജിക്കൽ ആംഗിളിലൂടെ എങ്ങനെയാണ് നമ്മൾ സൊസൈറ്റിയിലുള്ള തിങ്സിനെ നോക്കിക്കാണേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യത്തെ കുറിച്ചിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട 2 സോഷ്യോളജിസ്റ്റുകളാണ് സിഗ്മണ്ട് ബോമാനും സി റൈറ്റ് മിൽസും. നമ്മൾ അവരുടെ കൺസെപ്റ്റുകൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഏതൊക്കെയായിരുന്നു? ബോമാന്റെ സോഷ്യോളജിക്കൽ ആയും സി റൈറ്റ് മിൽസിന്റെ സോഷ്യോളജിക്കൽ ഇമാജിനേഷനും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. ബോമാന്റെ ബുക്കാണ് തിങ്കിങ് സോഷ്യോളജിക്കലി എന്നുള്ള ഒരു ബുക്ക് തന്നെയുണ്ട്. അപ്പൊ ആ ഒരു ബുക്കിന്റെ പേരാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇവരൊക്കെ ഒരു സോഷ്യൽ തിങ്സിനെ അല്ലെങ്കിൽ സൊസൈറ്റീനെ വേരിയസ് പെർസ്പെക്റ്റീവ്സിൽ എങ്ങനെയാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്തത് എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു.